السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുശാൽ നഗരം പ്രദേശത്ത് ഈ ഒരു ഫാമിലി മീറ്റിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരായ വ്യക്തിത്വങ്ങളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതിലേറ്റവും പ്രധാനമാണ് സൃഷ്ടിച്ച നാഥനായ റബ്ബിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിനെ നാവുകൊണ്ട് ഉരുവിടുകയും ജീവിതത്തിൽ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ നാടുകളിൽ അധികമാണ്. നമ്മുടെ നാടുകളിൽ ഇന്ന് കുറ്റകൃത്യങ്ങളും തോന്നിവാസങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തൗഹീദ് ലഭിച്ചു, അള്ളാഹുവിൻ്റെ ആദർശത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ മനസ്സിന് ആശ്വാസം പകരുകയും ചെയ്യുന്ന വാചകങ്ങളാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിലൂടെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും
അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് നാളെ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾ, കർമ്മങ്ങൾ, സ്വീകരിക്കപ്പെടുന്ന അമലുകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം നമസ്കരിക്കുന്ന നമസ്കാരം പോലെ, നാം നിർവഹിക്കുന്ന ചെറുതും വലുതുമായ ഇബാദത്തുകൾ പോലെ നമ്മുടെ ജീവിതത്തിലേറെ നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കേണ്ട ഒരു ഇബാദത്താണ് ദഅവത്ത് എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ആദർശത്തെ, ഈ ദീനിനെ ജനങ്ങളുടെ കൽബിലേക്ക്, ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം പ്രവാചകന്മാർ നിർവഹിച്ചു പോന്നതാണ്. അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷം ഈ ഉമ്മത്തിനോട് കൽപ്പിച്ചത്, എത്തിയിട്ടില്ലാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന നിർദ്ദേശം ഓരോ മുസ്ലിമിനോടും അള്ളാഹു കൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ദഅവത്തിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ളൊരു നാടാണ് നമ്മുടെ നാട്. അള്ളാൻ്റെ ദീന് ഞാൻ സ്വീകരിച്ചു, ഇനി ഞാനങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ, മറ്റുള്ളവനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണോ, ഞാനിനി ദീന് പറഞ്ഞു കൊടുത്താൽ അവനെന്താ കരുതുക എന്ന രൂപത്തിലുള്ള ചിന്താഗതികളാണ് നമ്മുടെ നാടുകളിൽ പല ആളുകളിലും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹക്കാണെന്നറിയാം, സത്യത്തിൻ്റെ വഴി ഇന്നതാണെന്നറിയാം, അത് ഞാൻ സ്വീകരിച്ചു, എൻ്റെ കുടുംബത്തിന് ഞാൻ പകർന്നു കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ അയൽവാസിക്ക് ഞാൻ എത്തിച്ചു കൊടുക്കണം എന്ന ചിന്തയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ അധികമാണ്. ഞാനത് പറഞ്ഞ് സമൂഹത്തിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, നമുക്ക് കൂടുതലായി അത്തരം ചിന്താഗതിയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാടിൻ്റെ ഒരു പശ്ചാത്തലം പച്ചയായി ശിർക്ക് കുത്തൊഴുകി മുന്നോട്ട് ചലിക്കുന്നൊരു നാടാണ് നമ്മുടെ നാട്. നമ്മുടെ ഇന്നത്തെ ക്യാമ്പിൻ്റെ തുടക്കത്തിലെ സംസാരം ബഹുമാന്യനായ യാസർ മദനി പകരയുടെ സംസാരത്തിലൂടെ ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾ മുസ്ലിമീങ്ങളാണെന്നറിയപ്പെടുന്നവർ പോലും പച്ചയായ ശിർക്കിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ ചെന്ന് മുഴുകിക്കിടക്കുന്ന കാഴ്ചകളെ നാം കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അദ്ദേഹം വിശദീകരിച്ചു. അതുകൊണ്ട് അത്തരമൊരു വിവരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് നാവുകൊണ്ട് ഉരുവിടുന്ന മുസ്ലിമീങ്ങൾ പോലും അള്ളാഹുവല്ലാത്ത വ്യക്തികളോടും റബ്ബല്ലാത്ത ശക്തികളോടും റബ്ബല്ലാത്ത വസ്തുക്കളോടും ആരാധനകൾ സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ അള്ള കാണും പോലെ, അള്ള കേൾക്കും പോലെ, അള്ള അറിയും പോലെ അള്ളാഹുവല്ലാത്ത വ്യക്തികളും വസ്തുക്കളും ശക്തികളുമൊക്കെ അറിയുമെന്ന് വിശ്വസിക്കുന്നൊരു ജനതയുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമീങ്ങളെന്നറിയപ്പെടുന്നവർ പോലും ആ രൂപത്തിലാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ള പറഞ്ഞത് അവരുടെ സ്ഥാനം നരകമാണ് എന്ന്. ശിർക്ക് ചെയ്യുന്നവൻ്റെ സ്ഥാനം ഏതാ? ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുമുന്നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. നരകമാണവൻ്റെ സങ്കേതം, സ്വർഗം അവന് നിഷിദ്ധമാണെന്ന് പരിശുദ്ധ ഖുർആൻ. സ്വർഗം ഹറാമാണെന്ന് അല്ലാഹു പഠിപ്പിച്ചു. ആ സ്വർഗം നിഷിദ്ധമാണെന്ന് പറഞ്ഞ പാപം ചെയ്യുന്നവനോട് നമ്മുടെ കൽവിൽ ഒരു തരിമ്പ് കാരുണ്യമുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ദഅവത്ത് അവൻ എത്തിച്ചു കൊടുക്കും. ജനങ്ങൾക്ക് മാനുഷികമായ ബന്ധങ്ങളെ, ആളുകളോട് കൽബിൽ സ്നേഹമുള്ള ആളുകൾക്ക് ദഅവത്തിൽ നിന്ന് പിന്നിലേക്ക് ചലിക്കാൻ സാധ്യമല്ല. ഒരു ഭാഗത്ത് ശിർക്ക് കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് ഹദീസ് നിഷേധത്തിൻ്റെ, ഇസ്ലാമിൻ്റെ ഷഹാദത്ത് കലിമയിലെ രണ്ടാമത്തെ കലിമത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിൻ്റെ മേഖലയിൽ പരാജയം സംഭവിച്ച ആളുകൾ മറ്റൊരു ഭാഗത്തുണ്ട്. അവരും പോകുന്നത് കുഫറിലേക്കാണ്, നരകത്തിൻ്റെ വഴി അന്വേഷിച്ചുകൊണ്ടാണ്. മറ്റൊരു ഭാഗത്ത് ലഹരിയിൽ മുഴുകി ജീവിക്കുന്ന യുവതലമുറയും യുവതികളും യുവാക്കളും ജീവിക്കുന്നൊരു കാലത്താണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, നമ്മുടെ നാടുകളിൽ ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്നവർ, അതുപോലെ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ,
ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്നവർ, ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ നാടുകളിൽ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ ദീന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ്റെ ദൗത്യം എന്താണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 104 വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽതകും മിൻകും ഉമ്മ, നോക്കൂ, നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, ദുരാചാരത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് രൂപപ്പെടട്ടെ. നിങ്ങളിൽ ഈ ദഅവത്തിന് വേണ്ടി ഒരു സമൂഹമുണ്ടാകട്ടെ. അല്ലാഹ് പഠിപ്പിക്കുകയാണ്, തിന്മയെ തടയുന്ന നന്മയ്ക്ക് വേണ്ടി നന്മയെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, ശിർക്കിൽ നിന്ന് ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു പഠിപ്പിക്കുന്ന വാക്ക് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നൊരു സമൂഹമുണ്ടാകട്ടെ. എങ്ങനെയുള്ള സമുദായം? ഖൈറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് രൂപപ്പെടട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു ജനത നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രൂപപ്പെടട്ടെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെയുള്ള സംഘങ്ങൾക്കാണ്, അങ്ങനെയുള്ള കക്ഷികൾക്കാണ് വിജയമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. സൂറത്തു ആലി ഇംറാനിൻ്റെ 104 വചനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഉമ്മത്തിലെ ആളുകൾക്കുള്ള ദൗത്യമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു സംഘമായി കണ്ണി ചേർന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ വീതികളിൽ മുന്നോട്ട് ചലിക്കാൻ നമ്മുടെ ബാധ്യതയാണത്. ആ ബാധ്യത നിർവഹണത്തിൻ്റെ വിഷയത്തിൽ പരാജയം സംഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് വിശ്രമമില്ലാതെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹിൻ്റെ ദീനിനെ എത്തിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആൻ ഇനിയും പഠിപ്പിക്കുന്നത് കാണാം. ഈ ഉമ്മത്തിനെ അള്ളാഹു ഖൈർ ഉമ്മത്തെന്ന് പരിചയപ്പെടുത്തുന്നത് കാണാം. സ്വഹാബത്തിനെയാണ് ഉദ്ദേശമെങ്കിലും ഈ ഉമ്മത്തിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ഈ ഉത്തമ സമൂഹത്തിൻ്റെ എന്തിനാണ് അവർ ഈ ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചത്? ഉഖ്രിജതു ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടവരാൻ, ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടവരാൻ. എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്വം? എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ബാധ്യത എന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് കൽപ്പിക്കുന്ന, അതേ മുസ്ലിമിനോട് കൽപ്പിക്കുന്ന ബാധ്യതയാണ്. ഞാൻ നിസ്കരിച്ചു, ഞാൻ നോമ്പ് നോറ്റു, ഞാൻ സ്വതക്ക ചെയ്യുന്നു, ഞാൻ സുന്നത്തുകൾ പിൻപറ്റുന്നു, ഞാൻ എൻ്റെ വസ്ത്രധാരണം ഇസ്ലാമീകരിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, ഞാൻ എല്ലാ തോന്നിവാസങ്ങളെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് അറുത്തെറിഞ്ഞവനാണ്, ഇനി എനിക്ക് വേറെ ബാധ്യതയില്ല
എന്ന് പറഞ്ഞ് മാറിപ്പോകേണ്ടവരല്ല ഓരോ മുസ്ലിമീങ്ങളും. കുശാൽ നഗരം പ്രദേശത്ത് ഇസ്ലാമിന്റെ ശബ്ദമെത്തിക്കേണ്ട ബാധ്യത വിശ്വാസികളെ നമ്മുടേതാണ്. ഈ കുശാൽ നഗരം പ്രദേശത്ത് ജീവിക്കുന്ന ഓരോ കുടുംബത്തിലെ തൗഹീദ് അറിഞ്ഞ ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ്, ഓരോ മെമ്പറുടെയും ബാധ്യതയാണ്. ഞാൻ എൻ്റെ ദൗത്യം ഇതല്ല, എനിക്ക് ദുനിയാവിൽ ഒരുപാട് 10,000-കണക്കിന് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ല. ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് നിന്റെ സമ്പത്തിനെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ സമയത്തെ നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് ആ ദൗത്യത്തിൽ മുന്നിലേക്ക് കുതിച്ചു ചാടേണ്ട ബാധ്യത നമ്മുടേതാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഇറങ്ങിയാലുള്ള നേട്ടം എന്താണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമു ഖൈബറ, ഖൈബറിന്റെ ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയാണ്, ലില്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിൻ അൻ യകൂന ലക ഹുംറിൻ നഅം. മനുഷ്യരെ, നീ കാരണം കൊണ്ട്, നീ നിമിത്തം, നീ ദീന് പറഞ്ഞതുകൊണ്ട്, നിന്റെ സമ്പത്ത് കാരണം, നീ സമയം ചെലവിട്ട് ഇറങ്ങി പുറപ്പെട്ടത് കാരണം, നീ പറഞ്ഞു കൊടുത്തത് കാരണം, നീ ആദർശത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ കാരണം, ഒരാൾ അള്ളാന്റെ ദീനിലേക്ക് മടങ്ങി വന്നാൽ, ഒരാൾ തൗഹീദിന്റെ ആദർശം സ്വീകരിച്ചാൽ നിനക്കുള്ള നേട്ടം എന്താണ്? ചുവന്ന ഒട്ടകത്തെ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അറബികൾക്കിടയിൽ ഏറ്റവും സ്ഥാനമുള്ളവർ ചുവന്ന ഒട്ടകമുള്ള ആളുകളാണ്. അങ്ങനെയുള്ളൊരു സ്ഥാനം നിനക്ക് ലഭിക്കുന്നത് പോലെയാണ്, അതിനേക്കാൾ ഖൈറാണ് നിനക്ക് നീ കാരണം ഒരാൾ ദീനിലേക്ക് കടന്നു വരിക എന്നത്. മറ്റൊരു റിവായത്തിൽ കാണാം, നീ കാരണം ഒരാൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നാൽ, തൗഹീദിലേക്ക് വന്നാൽ, നിസ്കരിക്കാത്ത ഒരു വ്യക്തി നിസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഇബാദത്തിലേക്ക് കടന്നു വന്നാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് നീ കാരണം ഒരാൾ ഈ സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കുക എന്നത്. ദുനിയാവ് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ദുനിയാവിൻ്റെ പിന്നാലെ ഓടി കച്ചവടവും ദുനിയാവിലെ വ്യവഹാരങ്ങൾക്കും വേണ്ടി ഓടി നടന്നിട്ട് അള്ളാഹുവിൻ്റെ ദീന് ദഅവത്ത് ചെയ്യാൻ മറക്കുന്ന ആളുകളുണ്ട്. 60-70 കൊല്ലക്കാലം ജീവിച്ചു തീർക്കുന്ന ഈ ദുനിയാവിലെ ജീവിതത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ആളുകളുണ്ട്. അവരോടല്ല പറയുന്ന വാക്കാണ്, നീ കാരണം ഒരാൾ അല്ലാഹുവിന്റെ ദീന് സ്വീകരിച്ചാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവ് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, നീ കാരണം, നീ നിമിത്തം ഒരാൾ ഈ ആദർശത്തിലേക്ക് കടന്നു വന്നാൽ, നീ പറഞ്ഞു കൊടുത്ത പുണ്യം ഒരു മനുഷ്യൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതിന് സമാനമായത് നിന്റെ ഖബറിലേക്ക്, നിന്റെ പരലോകത്തേക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മൾ ദീന് പറഞ്ഞു കൊടുത്തിട്ട്, ദീനിൻ്റെ പ്രചാരണങ്ങൾ നടത്തിയിട്ട്, നമ്മുടെ പ്രചരണം കൊണ്ട്, നമ്മുടെ ദഅവത്ത് കൊണ്ട് ഒരാൾ ഈ ആദർശം സ്വീകരിച്ച് വന്നാൽ നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ സമാനമായ കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു നൽകുന്ന. അറിയില്ല, ഒരു ലഘുലേഖ നമ്മുടെ കയ്യിൽ കിട്ടിയൊരു ലഘുലേഖ, ആ ലഘുലേഖ നമ്മൾ കയ്യിലെടുത്ത് നാട്ടിലൊട്ടാകെ കൊടുത്തു. ആ കൊടുത്ത കൂട്ടത്തിൽ ആരോ ഒരാൾ അത് വായിച്ച് ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിച്ചു. നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ സഹോദരങ്ങളെ, നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുന്ന പ്രതിഫലമാണത്. നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുന്ന പ്രതിഫലമാണത്. ആ പ്രതിഫലം പാഴാക്കേണ്ടവനല്ല ഒരു മുസ്ലിം. നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സദഖ ചെയ്യുന്നു, അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്
ഇസ്ലാമിൻ്റെ പ്രബോധനം. മാറി നിൽക്കാൻ പാടില്ല, മാറി നിൽക്കാൻ പാടില്ല. ദഅവത്തിൻ്റെ യോഗങ്ങൾ നടക്കണം, ദഅവത്തിൻ്റെ ചർച്ചകൾ നടക്കണം. എവിടൊക്കെ ദീന് പറയാൻ വേണ്ടി വേദി കെട്ടാൻ പറ്റുമോ അവിടൊക്കെ ചെന്ന് വേദി കെട്ടണം. ആർക്കൊക്കെ കയ്യിൽ കിട്ടിയ ലേഖനങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തു കൊടുക്കണം. സമ്പത്ത് കൊണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിന്ന് ദഅവത്തിൻ്റെ പങ്കാളികളായി നമുക്ക് മാറാൻ കഴിയും. ചില ആളുകൾക്ക് പണം കൊണ്ട് കഴിയും, സമ്പത്ത് കൊണ്ട് ദഅവത്തിന് സഹായിക്കാൻ കഴിയും. ചില ആളുകൾക്ക് പ്രസംഗിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ വീതിയിലേക്ക് ഇറങ്ങാൻ കഴിയും, പ്രബോധനത്തിൻ്റെ വീതിയിൽ. ചില ആളുകൾക്ക് എഴുത്തിലൂടെ ദഅവത്തിലേക്ക് ഇറങ്ങാൻ കഴിയും. ചില ആളുകൾക്ക് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ദഅവത്തിലേക്ക് ഇറങ്ങാൻ കഴിയും. ചില ആളുകൾക്ക് ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊടുത്ത് ഈ ലഘുലേഖ എത്തിച്ചു കൊടുക്കാൻ കഴിയും. ചില ആളുകൾക്ക് ഓരോ വ്യക്തികളെ വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹുവിൻ്റെ ദീന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഏതൊക്കെ മേഖല നമുക്ക് സാധിക്കുമോ അവിടൊക്കെ ഇടപെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്വഹാബികൾ എങ്ങനെയാണ്? ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ചരിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ആരാണ് മുസ്അബ് എന്നറിയുമോ? മക്കയിലെ ധനാഢ്യനായിരുന്നു മുസ്അബ്, സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ച മുസ്അബ്, കാണാൻ ഭംഗിയുള്ള മുസ്അബ്. മുസ്അബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു വന്നാൽ മുസ്അബിനെ കാണാൻ വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടു ഭാഗത്തും വരിവരിയായി നിൽക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത് മക്കയിൽ ജീവിച്ച മുസ്അബിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. വിരിഞ്ഞ നെഞ്ചകവും തുടുത്തു നിൽക്കുന്ന കവിൾത്തടവും. മുസ്അബ് അത്തർ പൂശിയാൽ അത് ആളുകൾക്ക് വിദൂരത്തേക്ക് മുസ്അബിന്റെ അത്തറിന്റെ സുഗന്ധം മണക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ അധികാരത്തിലും സ്ഥാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും മക്കയിൽ ഉന്നതിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അറിഞ്ഞു. മക്കയിൽ മുഹമ്മദ് എന്ന വ്യക്തിയുണ്ട്. പരസ്യ പ്രബോധനത്തിലേക്ക് അള്ളാഹിന്റെ റസൂൽ ഇറങ്ങിയ കാലം, അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കുന്ന കാലം, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു റസൂലിനെ കുറിച്ച് അറിഞ്ഞു. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കി. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രയാസം. മുസ്അബിന്റെ ഉമ്മ ചോദിച്ചു, മോനെ മുസ്അബേ, നിനക്ക് എന്താടാ നിന്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം, നിന്റെ മുഖത്ത് എന്താ ഒരു ദുഃഖം? മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, മക്കയിലെ മുഹമ്മദിനെ ഉമ്മ അറിയോ? മക്കയിലെ മുഹമ്മദിനെ ഉമ്മ അറിയോ? അതെ, എനിക്കറിയാം മോനെ. ആ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട മുഹമ്മദ് അല്ലേ? ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട മുഹമ്മദ് അല്ലേ? നമ്മുടെ ദൈവങ്ങളൊക്കെ മാറ്റി ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറയുന്ന ആ മുഹമ്മദ് അല്ലേ? എൻ്റെ പൊന്നുമോനെ, ആ മുഹമ്മദിന്റെ വലയിലെങ്ങാനും പെട്ടുപോകരുത് കേട്ടോ എന്നാണ്. എൻ്റെ പൊന്നുമോന് ആ മുഹമ്മദിന്റെ വലയിലെങ്ങാനും പെട്ടുപോകരുത് എന്നാണ്. ഉമ്മനോട് മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, മുഹമ്മദ് നബി പറയുന്നൊരു പരലോകമുണ്ട്, മുഹമ്മദ് നബി പറയുന്ന ഒരു ഏകദൈവ വിശ്വാസമുണ്ട്. അതാണ് ശരിയെങ്കിൽ, അതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഉമ്മ, നമ്മുടെ പരലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ, അത് നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ നമ്മുടെ വല്ലിപ്പമാർ, നമ്മുടെ ഉപ്പൂപ്പമാർ, നമ്മുടെ കാരണവന്മാർ സ്വീകരിച്ചു പോകുന്ന വഴി മതി നമുക്ക്. നമ്മുടെ കാളിമാർ നമുക്ക്, നമ്മുടെ കാരണവന്മാർ പഠിപ്പിച്ചു തന്ന വഴിയുണ്ട്. ആ കാരണവന്മാരുടെ പാത മതി നമുക്ക് എന്ന് മഹാനായ മുസ്അബിനോട് ഉമ്മ പ്രതികരിച്ചു. ഉമ്മാനോട് മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, ഞാനത് ചിന്തിക്കുന്നില്ല. അന്ന് ദാറുൽ അർഖമാണ് റസൂലുള്ളാഹിന്റെ ഓഫീസ്. അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീട്ടിലേക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലാൻ തീരുമാനിച്ചു. ദാറുൽ അർഖമിൽ ചെന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. മുസ്അബ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തു. ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ചു. ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ വീതിയിൽ മദീനയിലേക്ക് ദീനിന്റെ ദഅവത്തിന് വേണ്ടി പോകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമുണ്ട്. സ്വഹാബികളെ, ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി മദീനയിലേക്ക് പോകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ പോകാം നബിയേ,
ഞാൻ ഏറ്റെടുക്കാം റസൂലേ. മദീനയിലേക്ക് ദീനിന്റെ ദഅവത്തിന് വേണ്ടി മദീനയെ മാറ്റിമറിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മദീന ദീനിന്റെ പട്ടണമായി മാറിയതിൽ അതിന് പങ്കുവഹിച്ച സ്വഹാബികളുടെ കൂട്ടത്തിൽ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ പങ്ക് ചെറുതല്ല. ദീനിന്റെ ദഅവത്തിന് വേണ്ടി പോയി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആ മാർഗത്തിലൂടെ കടന്നു ചെന്ന് അള്ളാന്റെ ദീന് പറയാൻ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, ഞാൻ പോയാൽ പകരം എന്താണ് എനിക്ക് ലഭിക്കുക? എൻ്റെ സമ്പത്തിനെ വിട്ട്, എൻ്റെ ഉമ്മാനെ വിട്ട് ഞാൻ ദീന് പറയാൻ വേണ്ടി പോകുക, എനിക്ക് പകരം എന്ത് കിട്ടും റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, മുസ്അബേ, പകരം നിനക്ക് സ്വർഗം തരാ. മുസ്അബേ, പകരം നിനക്ക് സ്വർഗം തരാ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പോവുകയാണ് മദീനയിലേക്ക്. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ വീതിയിൽ എന്നെ ആര് സ്വീകരിക്കും അത് പ്രശ്നമല്ല. എനിക്ക് കിടക്കാൻ, എനിക്ക് ഉറങ്ങാൻ എവിടെ സ്ഥലമുണ്ടോ അത് പ്രശ്നമല്ല. ദീന് പറയാൻ വേണ്ടി മദീനയിലേക്ക് ദഅവത്തിന്റെ ചുമതല ഏറ്റെടുത്തു പോയി. 2 കൊല്ലക്കാലം ഏറ്റവും നല്ല ദഅവത്ത് നിർവഹിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. സഹോദരങ്ങളെ, മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു, വെളുത്ത ശരീരമുള്ള മുസ്അബ് കറുത്ത ശരീര പ്രകൃതിയായി മാറിയത് മുസ്അബ് റളിയല്ലാഹു അൻഹു ഈ മദീനയിലെ വെയിൽ കൊണ്ടിട്ടാ അള്ളാന്റെ ദീനിനു വേണ്ടി പണിയെടുത്തിട്ടാണ്. സമ്പത്തിന് വേണ്ടെന്ന് വെച്ചു, അധികാരത്തിന് വേണ്ടെന്ന് വെച്ചു, നാട്ടിൽ ജീവിച്ച ആ പളപളപ്പിനെ വേണ്ടെന്ന് വെച്ചു. എനിക്ക് സ്വർഗം മതി, അതിനെന്റെ മുന്നിലുള്ള വഴി ദഅവത്താണെന്ന് മനസ്സിലാക്കി ഇറങ്ങിപ്പോയ മുസ്അബ് റളിയല്ലാഹു അൻഹു ശുഹദാക്കളുടെ കൂട്ടത്തിലെ ഉഹുദിന്റെ ഭൂമിയിൽ പടപൊരുതിയ വ്യക്തിത്വമാണ് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ ഭൂമിയിലാണ് ഷഹീദാകുന്നത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം കഴിഞ്ഞിട്ട് സ്വഹാബികളൊക്കെ കിടക്കുന്ന സമയത്ത് സ്വഹാബികളൊക്കെ അവർക്കിടയിലൂടെ കയറി വന്ന് റസൂലുള്ളാഹ് ഷഹീദായി കിടക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് കയറി വന്ന് കമിഴ്ന്ന് കിടക്കുന്ന മുസ്അബിന്റെ ശരീരത്തെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. മുസ്അബിന്റെ ചാരത്ത് 2 മുട്ടുംകാലും കുത്തി അള്ളാന്റെ റസൂൽ അവിടെ ഇരുന്നു, മുസ്അബിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് മലർന്നു കിടക്കുന്ന മുസ്അബിനെ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് മലർത്തി കിടത്തി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഏറ്റവും സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ച മുസ്അബിന്റെ മുഖം കണ്ട് റസൂലുള്ള കരഞ്ഞു. പ്രവാചകന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ധാരധാരയായി വലിച്ചിറങ്ങി. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ശരീരത്തെ അവിടെ കിടത്തിയിട്ട് അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് പോകുമ്പോ സ്വഹാബത്ത് പറയാണ്, റസൂലേ, പ്രശ്നം തീർന്നിട്ടില്ല നബിയെ, മുസ്അബിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ട്. മുസ്അബിനെ കഫൻ ചെയ്യാൻ ഒരു കഫൻ പുടവയില്ല നബിയെ, ഒരു കഫൻ പുടവയില്ല റസൂലേ. ശരീരത്തെ പൊതിയാനൊരു തുണി വേണം. ഒരു കറുത്ത പുതപ്പിന്റെ കഷ്ണമാണുള്ളത്. കാല് മറച്ചാൽ മുസ്അബിന്റെ തലഭാഗം പുറത്താണ് നബിയെ, തല മറച്ചാൽ കാലിന്റെ ഭാഗം പുറത്താണ് റസൂലേ. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മകഥം പോലെ പറയുന്നൊരു വാചകമുണ്ട്. മണിക്കൂർ വെച്ച് മക്കയിലെ ജീവിതത്തിൽ വസ്ത്രം മാറ്റിയിരുന്ന മുസ്അബദ ഈ സമയത്ത് മുസ്അബേ ഒരു കഫൻ പടവ പകരം തരാനില്ലല്ലോ എന്നോർക്കുമ്പോ സങ്കടമുണ്ട് മുസ്അബേ, വേദനയുണ്ട് മുസ്അബേ. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖഭാഗത്തെ സഹോദരങ്ങളെ തലയുടെ ഭാഗം ആ കറുത്ത പുതപ്പ് കൊണ്ട് പൊതിഞ്ഞു, കാലിന്റെ ഭാഗം പുല്ലുകൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ ഉഹദിന്റെ ഭൂമിയിൽ ഖബറടക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. ഞാൻ ഈ ചരിത്രം എന്തിനാണ് ഇത്ര വിശാലമായി പറഞ്ഞതെന്നറിയുമോ? ഇരിക്കുന്ന യുവാക്കളുടെ കൂട്ടത്തിൽ, ഇരിക്കുന്ന പ്രായം ചെന്നവരുടെ കൂട്ടത്തിൽ, ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ, എൻ്റെ സംസാരത്തെ ഇനിയും യൂട്യൂബുകളിലുമൊക്കെ കേൾക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ആരുണ്ടൊരു മുസ്അബാകാൻ? പേരുകൊണ്ടല്ല, പ്രവർത്തനം കൊണ്ട് മുസ്അബാകാൻ. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ വീതിയിൽ, അതേ തൻ്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ ദഅവത്തുമായി രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ അള്ളാന്റെ ദീന് പറയാൻ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിലെന്ന് നമ്മുടെ ഖൽബിനോട് ചോദിക്കണം. എനിക്കെന്ത് കഴിഞ്ഞു അള്ളാന്റെ ദീനിനു വേണ്ടി? സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, സമയം കൊണ്ട് എന്തു ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം.
പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മളെ പഠിപ്പിച്ചത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. സൂറത്തുൽ ഫുർഖാനിന്റെ 52-ാമത്തെ വചനം. ഫലാ തുതിൽ കാഫിരീൻ. കാഫിരീങ്ങളെ നിങ്ങൾ അനുസരിക്കരുത്. നിങ്ങളുടെ ദൗത്യം എല്ലാ കാഫിറുകൾക്കും ഈ പറയപ്പെടുന്ന രൂപത്തിൽ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദിലേക്ക് ഇറങ്ങണം. റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ട് ജിഹാദിലേക്ക് ഇറങ്ങണം. ജിഹാദ് എന്ന പദം ബോംബെടുക്കാനുള്ളതല്ല, അത് തോക്കെടുക്കുന്നവരുടെ പ്രവർത്തനത്തെ കുറിച്ചല്ല പറഞ്ഞത്. ദീനിന്റെ ദഅവത്ത് ജിഹാദിൽ പെട്ടതാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന ആളുകളുടെ കൈപിടിച്ച് ഖുർആനിന്റെ പാതയിലേക്ക് അവരെ കൊണ്ടുവരണം. ഇത് നമ്മുടെ ബാധ്യതയാണ്, ഇത് നമ്മുടെ ദൗത്യമാണ്. ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിറകിലേക്ക് നിൽക്കുന്നവരുണ്ട്, പിന്നിലേക്ക് പോകുന്നവരുണ്ട്. സ്വർഗം കൊതിച്ച സ്വഹാബത്ത്, സ്വർഗം ആഗ്രഹിച്ച സ്വഹാബത്ത്, നിങ്ങൾ നോക്കൂ. മഹാനായ റസൂലുള്ളാഹിന്റെ സ്വഹാബി അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മറ്റൊരു വ്യക്തിത്വമാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ മറ്റൊരു വ്യക്തിത്വമാണ്. ഗഫാർ ഗോത്രത്തിൽപ്പെട്ട അബൂദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മക്കത്ത് വന്നു. അള്ളാന്റെ റസൂലിനെ കാണാൻ വേണ്ടി മക്കത്ത് വന്നു, റസൂലിനെ പരിചയപ്പെടാൻ. ഒരു മാസക്കാലം മക്കത്ത് റസൂലിന്റെ മുന്നിൽപ്പെടാതെ ദൂരെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വീക്ഷിച്ചു. ഒരു മാസക്കാലം മക്കയുടെ ഓരങ്ങളിൽ നിന്ന് പ്രവാചകനെ മനസ്സിലാക്കിയ അബൂദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കയറി വന്നിട്ട് ഇസ്ലാമിൻ്റെ ആദർശം ഉൾക്കൊണ്ട് കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് സലാം പറയുന്ന നേരത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ, ഞാനൊരു മാസമായി വന്നിട്ട്, ഞാനൊരു മാസമായി നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ, അതുകൊണ്ട് എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിച്ചു. എന്നിട്ട് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഞാനൊരു മാസക്കാലം മക്കത്ത് ജീവിച്ച സമയത്ത് ഞാൻ കണ്ട ചില കാഴ്ചകൾ, കഅബാലയത്തിൻ്റെ ഉള്ളിൽ പോലും വിഗ്രഹങ്ങൾ വെച്ച് ആളുകൾ ആരാധിക്കുന്ന കാഴ്ചകളാണ്. എനിക്കവരോട് ദീന് പറയണം. അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ച് നേരെ ചെന്നു ദീന് പറയാൻ തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചു. കഅബയുടെ അടുക്കൽ വിഗ്രഹങ്ങളുടെ മുന്നിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവിടെയുള്ള ആളുകളെ നോക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യത്തെ അടി അബൂജഹലിന്റെ അടി കിട്ടി, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി. സ്വഹാബത്ത് ചെന്ന് അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അബൂദറേ, നീ നാട്ടിലേക്ക് പോകണം, നിന്റെ ഗോത്രത്തിലേക്ക് പോകണം. ഗഫാർ ഗോത്രത്തെ ലക്ഷ്യം വെച്ച് റസൂലുള്ള പറഞ്ഞേച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിന്റെ കുടുംബത്തിനോട് ദഅവത്ത് ചെയ്യ്. അള്ളാഹിന്റെ ദീന് പറയാൻ വേണ്ടി ഗഫാർ ഗോത്രത്തിലേക്ക് പോയി. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഗഫാർ ഗോത്രം മുഴുവനും ഇസ്ലാമിൻ്റെ ആദർശത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ നിന്ന് മാറി ഗഫാർ ഗോത്രത്തിലെ മുഴുവൻ മെമ്പർമാരും ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ മഹാനായ അബൂദറുൽ ഗഫാരി അസ്ലം ഗോത്രത്തിലേക്ക് കാലെടുത്തു വെച്ചു. അസ്ലം ഗോത്രത്തിൻ്റെ ഉള്ളിൽ ചെന്ന് അള്ളാഹുവിൻ്റെ ദീന് പറയാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം അസ്ലം ഗോത്രം മുഴുവനും ഈ ആദർശത്തിലേക്ക് കടന്നു വന്നു. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് തന്റെ ദഅവത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി വരുന്ന അബൂദറിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്, ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിക്ക് മുകളിലെ ഏറ്റവും വലിയ ജിഹാദ് നിർവഹിച്ചത് എൻ്റെ അബൂദറാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. പറയണ്ടേ, അയൽവാസിനോട് പറയണ്ടേ, തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന കൂട്ടുകാരനോട് പറയണ്ടേ, നമ്മുടെ ഓഫീസിൽ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്നവൻ നീ ദീനെത്തിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ കുടുംബത്തിൽ നരകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാലയും മൗലൂദും കാലകളും കീലകളും ചൊല്ലിയും പാടിയും പറഞ്ഞും നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ശിർക്കിന്റെ ആദർശം സ്വീകരിച്ചവർക്ക് ഈ ആദർശം പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മളല്ലാതെ ഇത് ആരാ എത്തിക്കാൻ? നമ്മളല്ലാതെ ഇത് ആരാ പറയാൻ? അതുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് സഹോദരങ്ങളെ, കൊടക് ജില്ലയിൽ
വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന വീതിയിൽ ഖുർആനിനെയും സുന്നത്തിനെയും സച്ചരിതരായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഈ ഉമ്മത്തിന് ഈ ആദർശത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കാൻ അതിനുവേണ്ടിയാണ് നമ്മൾ പള്ളിക്ക് സ്ഥലമെടുത്തിട്ടുള്ളത്. അതിന്റെ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ ഇനി മടിക്കെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പള്ളിക്ക് വേണ്ടി നമ്മൾ സ്ഥലം എടുത്തിട്ടുള്ളതും അവിടെ സ്ഥാപനം ഉയർത്താൻ ലക്ഷ്യമാക്കിയിട്ടുള്ളതും. ഇറങ്ങണം നമ്മൾ. ഒരു സെക്കൻഡും നമ്മൾ പാഴാക്കരുത്. കിട്ടുന്ന സമയങ്ങളിൽ യോഗം കൂടി, മീറ്റിങ്ങുകൾ കൂടി, ഏതൊക്കെ പ്രദേശത്ത് ചെന്ന് ദീനു പറയണം, ആരോടൊക്കെ പറയണം, അവിടെ ജാതിയും മതവും ആദർശവും നോക്കാതെ എടുത്ത് ഹക്കിന് ഹക്കായി വിളിച്ചു പറയാൻ ആർജവത്തോടെ ഇറങ്ങിത്തിരിക്കേണ്ടവരാണ് നമ്മൾ. ഇത് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇതേതെങ്കിലും സംഘടനകളുടെ മാത്രം ദൗത്യമല്ല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കി സംഘടന എന്നുള്ളത് ഈ ദീന് ദഅവത്ത് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. ഖുർആനും സുന്നത്തും സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ആ ദഅവത്തിന്റെ വീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിൽ കണ്ണികളാകാം, എന്നിട്ട് നമുക്ക് പ്രബോധന വീതിയിൽ മുന്നോട്ട് ചലിക്കാം. പ്രിയമുള്ളവരെ, ഇറങ്ങിത്തിരിക്കാനും മുന്നോട്ട് ചലിക്കാനും നമുക്ക് സാധിക്കണം. നിങ്ങൾക്കറിയുമോ, സ്വർഗത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. നരകത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് അവസാനം നരകത്തിലേക്ക് പോകുന്ന ചില ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നൊരു വാചകമുണ്ട്. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്നവർ, നരകത്തിലാണവർ. തൗഹീദും അതുപോലെ തന്നെ നമസ്കാരവും നിലനിർത്തുന്ന ആളുകളായതുകൊണ്ട് മറ്റു പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തതുകൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെട്ടവർ. അവർ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന, നരകത്തിൽ നിന്ന് എടുത്തവരെ സ്വർഗത്തിലേക്ക് അല്ലാഹു പറഞ്ഞേക്കുന്ന രംഗം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരാണ് അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി, അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ. ആ ഹദീസ് ഇങ്ങനെ പൂർത്തിയാകുമ്പോൾ ആ നരകത്തെ സംബന്ധിച്ച് അല്ലാഹു വിശദീകരിക്കുന്നിടത്ത് കാണാം, ആ വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നരകം മൂടപ്പെടും. കുശാൽ നഗരം ഫാമിലി മീറ്റിലിരുന്ന് സംസാരം കേൾക്കുന്നവരെ, ആത്മാർത്ഥമായി ചിന്തിക്കുക, മൂടപ്പെട്ട നരകത്തിൽ എൻ്റെ ശരീരമുണ്ടാകുമോ? മൂടപ്പെട്ട നരകത്തിൽ എൻ്റെ ഉമ്മയുടെ, എൻ്റെ വാപ്പയുടെ, എൻ്റെ അയൽവാസിയുടെ, എൻ്റെ കുടുംബങ്ങളുടെ, എൻ്റെ നാട്ടുകാരുടെ ശരീരം ആ മൂടപ്പെട്ട നരകത്തിലേക്ക് പ്രവേശിച്ചുകൂടാ എന്ന ചിന്തയാണ് ഈ ദഅവത്തിലേക്ക് നമ്മളെ നയിക്കുക, ഈ പ്രബോധന വീതിയിലേക്ക് നമ്മളെ നയിക്കുക. നരകം ചെറുതല്ല. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ജീവിതവുമില്ല മരണവുമില്ലാത്ത ദുരന്തത്തിൻ്റെ ലോകമാണ് നരകം. അവിടെ നമ്മൾ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം. പറഞ്ഞു കൊടുക്കുക എന്നുള്ള ദൗത്യം, അത് നിർവഹിക്കുക എന്നുള്ള ദൗത്യം, അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബങ്ങൾ, നേരത്തെ ഹാരിസ് മദനിയുടെ വിശദീകരണത്തിൽ കുടുംബത്തിനെ സംബന്ധിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വിവരിച്ചല്ലോ. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അള്ളാഹു ആ കുടുംബത്തിനെ സംബന്ധിച്ച് നമ്മളോട് ഉപദേശിച്ചൊരു ഉപദേശം, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്നു കാക്കണം കേട്ടോ. വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിൽ എറിയപ്പെടുന്നവർ മനുഷ്യരും കല്ലുമാണ്. മനുഷ്യന്റെ കൂടെ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ തടി നിങ്ങൾ രക്ഷപ്പെടുത്തണം. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നരകത്തിൻ്റെ വഴിയിൽ നിന്ന് കരകയറ്റണം. നരകത്തിൽ നിന്ന് കാക്കുന്നവനല്ലയാണ്. പക്ഷേ നരകത്തിൻ്റെ വഴി ഇതാണെന്നും സ്വർഗത്തിൻ്റെ വഴി ഇതാണെന്നും അല്ല നമ്മുടെ മുന്നിൽ തെളിയിച്ചു തന്നിട്ടുണ്ട്. ആ വഴി അവർക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം.
കാലത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്ന വാചകം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാവരും നഷ്ടക്കാരാണ്, തീരാ നഷ്ടത്തിലാണവർ. ഇല്ലല്ലദീന ആമനു, എല്ലാവരും നഷ്ടത്തിലാണെന്ന് അല്ല പറഞ്ഞിട്ട് റബ്ബ് ചില ആളുകൾ അതിൽ നിന്ന് വേർതിരിച്ചു. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്ത്, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അമലുസ്സാലിഹാത്തുകൾ ചെയ്തവരും ഒഴികെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വിശ്വസിച്ചു, അമലുസ്സാലിഹാത്ത് ചെയ്തു, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തവർ, സത്യത്തിനെ ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞവരും ഒഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ആ പറയുന്ന സമയത്ത്, ദീനിനെ പ്രചരിപ്പിക്കുന്ന നേരത്ത് ജീവിതത്തിലേക്ക് വന്ന പ്രശ്നങ്ങൾക്ക് ക്ഷമ കൈവരിച്ചവരും ഒഴികെ. ഈ കൂട്ടരല്ലാത്ത മറ്റെല്ലാവരും നഷ്ടത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. എത്ര മനോഹര! എല്ലാം അതിലുണ്ട് ഉൾക്കൊണ്ടു. വിശ്വാസം വേണം, അമലുസ്വാലിഹാത്ത് ഉണ്ടാവണം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലായി കഴിഞ്ഞാൽ ഇനി നമ്മുടെ ബാധ്യത ഈ ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. എത്തിച്ചു കൊടുക്കുമ്പോൾ കുത്തുവാക്ക് കേൾക്കാം, എത്തിച്ചു കൊടുക്കുമ്പോൾ പരിഹാസത്തിന്റെ വർത്തമാനങ്ങൾ ഉണ്ടാവാം, പരീക്ഷണത്തിന്റെ ഏറ്റവും നല്ല മുൾമുനകളിൽ എത്തിപ്പെടാം, ഒക്കെ സംഭവിക്കാം. ദീന് സ്വീകരിച്ചതിന്റെ പേരിൽ പീഡനങ്ങൾ ഉണ്ടാകും, ദീനിനെ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ പീഡനങ്ങൾ ഉണ്ടാകും. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയവരുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ തലയിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലകളെ കൊണ്ടുവന്ന് ചാർത്തിയവരുണ്ട്. മക്കാ ജീവിത കാലഘട്ടത്തിൽ റസൂലിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചവരുണ്ട്. മക്കാ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് ദീനീ പ്രബോധനത്തിന്റെ വീതിയിൽ ഇറങ്ങിയപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുന്നവന് ഒട്ടകത്തെ സമ്മാനങ്ങൾ, ഒട്ടകക്കൂട്ടങ്ങളെ സമ്മാനം പ്രഖ്യാപിച്ച ശത്രുക്കളുണ്ട്. അതെല്ലാം സഹിച്ചാണ് അള്ളാന്റെ റസൂൽ ഈ ദീനിന്റെ ദഅവത്തിനെ കൃത്യമായി നിർവഹിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് ഈ ദീനിനെ എത്തിച്ചു തന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മദീന പള്ളി, ഇന്ന് നമ്മൾ കാണുന്ന മദീന പള്ളി, ഇന്ന് നമ്മൾ കാണുന്ന മദീന പള്ളിയിൽ നോക്കൂ നിങ്ങൾ, അവിടെയുള്ള ഖബർസ്ഥാനിൽ ബഖീഉൽ ഗർഖദിൽ എണ്ണപ്പെട്ട സ്വഹാബികളുടെ ഖബറുകളേയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷക്കണക്കിന് സ്വഹാബികളെ അണിനിരത്തിയ ചരിത്രമുണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ എത്ര സ്വഹാബികളുണ്ട്, പക്ഷേ എത്ര സ്വഹാബികളുടെ ഖബറുകളുണ്ട്. ഇന്ന് മദീനത്ത് ചെന്നാൽ എത്ര സ്വഹാബികളുടെ ഖബർ കാണും? വിരലിൽ എണ്ണാവുന്ന സ്വഹാബികളുടെ ഖബറുകളല്ലേ ഉള്ളൂ. ബാക്കി സ്വഹാബികളൊക്കെ എവിടെയാണവർ? സഹോദരങ്ങളെ, ദീന് ദഅവത്ത് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത നാടുകളിലേക്ക് പോയവരാണവർ. എൻ്റെ നാട്ടിൽ എൻ്റെ ദൗത്യം പൂർത്തിയാക്കി, ഇനി ഞാനത് കിട്ടാത്ത പ്രദേശത്തേക്ക് പോകട്ടെ എന്ന് കരുതി പോയവരാണ്. ആ സ്വഹാബത്ത് പോയ സ്വർഗാണ് നമ്മളും ആഗ്രഹിക്കുന്ന സ്വർഗം, നമ്മളും കൊതിക്കുന്ന സ്വർഗമാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധനം എന്നുള്ളത് ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെ മാത്രം ബാധ്യതയല്ല, ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ്. ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ്. നമ്മൾ നിസ്കാരം മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ദഅവത്തിന്റെ കാര്യത്തിലും ആ ശ്രദ്ധ നമുക്കുണ്ടാവണം എന്നർത്ഥം. അല്ല ചോദിക്കും. അയൽവാസിയുടെ വിഷയത്തിൽ അല്ല ചോദിക്കാതിരിക്കില്ല. നമ്മൾ ജൂതന്റെ മയ്യത്ത് കണ്ട റസൂലുള്ള എഴുന്നേറ്റ് നിന്നു, ജൂതന്റെ മയ്യത്ത് കണ്ട റസൂലുള്ള കരഞ്ഞു എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. എന്തിനാ റസൂല് കരഞ്ഞത്? എന്തിനാ കരഞ്ഞത്? ഞാനെന്ന വ്യക്തി, മുഹമ്മദ് എന്ന പ്രവാചകൻ ഇവിടെ ജീവിച്ചിരിക്കെ ഒരു വ്യക്തി ജൂതനായിക്കൊണ്ട് തന്നെ മരിച്ചു പോകുന്നു എന്ന സങ്കടം അല്ലേ? നമ്മളെ നാട്ടിൽ നിന്ന് സഹോദരങ്ങൾ, നമ്മളെ കുടുംബത്തിൽ എത്ര ആളുകൾ ശിർക്കിലായി മരിക്കുന്നു? ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തണം, ഒറ്റ പ്രാവശ്യം ഒന്ന് പിടിച്ചിരുത്തിയിട്ട് അള്ളാൻ്റെ ദീന് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കണേ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ. ആലോചിച്ച് നോക്കി. അള്ളാന്റെ റസൂലിന്റെ പിതൃവ്യം മരിക്കുന്ന നേരത്ത് അടുത്ത് ചെന്നിരുന്നു റസൂലുള്ളാഹ്. യാ ഹമ്മീ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മുത്തപ്പ,
ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചൊല്ലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞ രംഗം, ആ വ്യക്തി മരിക്കുന്ന നേരത്ത് കരഞ്ഞുപോയി റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂൽ ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹിൻ്റെ ഹിദായത്ത്, നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടൂല. അള്ളാഹ് ഉദ്ദേശിക്കണം. പക്ഷേ നമ്മുടെ ദൗത്യം എന്താ? അള്ളാഹ് ഉദ്ദേശിച്ചാൽ അയാൾക്ക് ഹിദായത്ത് കിട്ടും. പക്ഷെ അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. ആ പണിയിൽ നമ്മൾ പിന്നാക്കം നിന്നാൽ, ആ പണിയിൽ നിന്ന് പിന്നോട്ട് ചലിച്ചാൽ, അതിന് നമ്മൾ സമയം നാളെയാവാം മറ്റന്നാളാവാം എന്ന് പറഞ്ഞ് കാണേണ്ടതില്ല. ഒരു തെറ്റു കണ്ടാൽ ആ തെറ്റിനെ അപ്പം തിരുത്താൻ കഴിയണം. കയ്യിൽ ഐക്കല്ല് കെട്ടി, ഏലസ് കെട്ടി, തകിട് ശരീരത്തിൽ ബന്ധിച്ച് നടക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെ കാണുമ്പോൾ അവരുടെ ആ നൂലിലേക്ക് കൈയിറക്കിയിട്ട് പൊട്ടിച്ച് കളഞ്ഞ ചരിത്രങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാം. ഇവിടെ നമുക്കുള്ള ബാധ്യത എന്താ? അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് വേണ്ട, ഇത് അപകടമാണ്, ഇത് തെറ്റാണ്. എന്നിട്ട് അയാളെ കൊണ്ട് തന്നെ നിങ്ങളത് പൊട്ടിക്കണമെന്ന് അയാളോട് പറയാൻ, അല്ലേ? നമ്മളിങ്ങനെ കാത്തിക്കുക. ഇന്നിപ്പോൾ വേണ്ട, നാളെ പറയാം, മറ്റന്നാ പറയാം, ഇപ്പോൾ വേണ്ട, ഇപ്പം സമയമല്ല. നമ്മളെ ജീവിതം അങ്ങനെ പോവുക. ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കയ്യിലൊരു നൂല് കെട്ടിയിട്ടുണ്ട്. അയാളിങ്ങനെ നിൽക്കണം. പറയണം എന്ന് മനസ്സിലിങ്ങനെ ഉണ്ട്. ഏതായാലും ഒന്ന് പരിചയപ്പെട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സലാം മടക്കി. നിങ്ങൾ എവിടുന്ന? ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് മൈസൂർക്ക് പോകാൻ കുശാൽ നഗരം ബസ് സ്റ്റാൻഡിൽ നിൽക്കാന്ന് ഉദാഹരണം മനസ്സിലാക്കിക്കോളി. ഇതെങ്ങനെ അത് പറയാ? ഇതെങ്ങനെയും പറയണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷെ പറയാനൊരു മടി. എന്തിനാ മടിക്കണ്? അപ്പം നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരു ചായ കൊടുക്കുക, ഒരു ചായ വാങ്ങി കുടിക്കുക. ബസ് വരുമ്പോഴത്തേന് നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാൻ കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചിങ്ങനെ പകുതിയാകുമ്പോൾ ഏതായാലും ചായ കുടിക്കല്ലേ, കുടിച്ച് കഴിയട്ടെ എന്നിട്ട് പറയാം. ചായ കുടിച്ച് തീരിനിടക്ക് ബസ് വന്ന് അയാൾ ബസ്സിലാണ് കയറിപ്പോയി. എന്തായി? എൻ്റെ കയ്യിലുള്ള 10 ഉറുപ്പ്യം പോയി. ഇതിട്ട് പറയാനും പറ്റിയില്ല. കാത്തിക്കണ്ടെന്നർത്ഥം മനസ്സിലായോ? അള്ളാൻ്റെ ദീന് പറയാൻ നാളെയാവാമെന്ന് പറഞ്ഞ് കാത്തിക്കണ്ട, അതങ്ങോട്ട് പോവും. അതുകൊണ്ട് ദീനിൻ്റെ ദഅവാ രംഗത്ത് സമ്പത്ത് കൊണ്ടിറങ്ങണം, ശരീരം കൊണ്ടിറങ്ങിത്തിരിക്കണം, സമയം കൊണ്ട് ദീനിൻ്റെ ദഅവാ വീതിയിൽ നമ്മൾ ഉണ്ടാവണം. ഒരു നിലക്കും പിന്നോട്ട് ചലിക്കരുത് സഹോദരങ്ങളെ, പിന്നിലേക്ക് നിൽക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഗൗരവത്തെ നമ്മുടെ മുന്നിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടി നോക്കൂ നിങ്ങൾ. മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിമിൽ ധരിക്കുന്ന ഹദീസാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി ഫഇൻ ലം യസ്തതിഉ ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതിഉ ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ഒരു തെറ്റ് കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടുക്കണേ. കൈകൊണ്ട് തടുക്കാൻ പറ്റാത്ത മേഖലയാണെങ്കിൽ നിങ്ങൾ ആ തെറ്റ് കണ്ടാൽ നിങ്ങൾ നാവ് കൊണ്ട് തടുക്കണം കേട്ടോ. നാവ് കൊണ്ട് തടുക്കാൻ പറ്റിയില്ലേ? ഫഇല്ലം യസ്തതിഉ ഫബിലിസാനിഹി ഫഇല്ലം യസ്തതിഉ ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. അത് ഈമാനിന്റെ ഭാഗമാണ്. നാവ് കൊണ്ട് തടുക്കാൻ പറ്റിയില്ലേ? ഖൽബ് കൊണ്ടെങ്കിലും അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കണം. ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിന് അരുത് എന്ന് പറയണം. മക്കളാണ് ചെയ്യുന്നതെങ്കിൽ മക്കളെ അടിക്കാം, മക്കളെ കൈപിടിച്ചു തടുക്കാം. ജ്യേഷ്ഠനാണ് ചെയ്യുന്നതെങ്കിൽ അരുത് എന്ന് പറയാം. സഹോദരങ്ങളെ, നമുക്ക് അടിക്കാൻ പറ്റാത്തവർ, നമുക്ക് പ്രഹരിക്കാൻ കഴിയാത്തവർ, കൈകൊണ്ട് തടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവരോട് നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഫഇല്ലം യസ്തതിഉ ഫബിലിസാനിഹി, അള്ളാന്റെ ദീന് നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഫഇല്ലം യസ്തതിഉ ഫബിഖൽബിഹി, മനസ്സുകൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ വെറുക്കലല്ല, പ്രവർത്തനത്തെ വെറുക്കാൻ. അയാളെ വിളിച്ചിട്ട് പറയാൻ കഴിയണം, ഇന്ന തെറ്റ് നിന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് എനിക്ക് വെറുപ്പാണ് നിന്റെ ഈ പ്രവർത്തനത്തിനോട് എന്ന് പറയാനെങ്കിലും
മനസ്സ് കാണിക്കണം. കണ്ടോ, എത്രത്തോളം അള്ളാഹുവിൻ്റെ ദീന് പറയുന്ന വിഷയത്തിൽ നമ്മൾ എത്രത്തോളം മുന്നിലേക്ക് ഇറങ്ങണം, എത്രത്തോളം ഇറങ്ങണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനി പ്രബോധന വീതിയിൽ നിന്ന് ഒരു തരിമ്പ് പോലും നമ്മൾ പിന്നാക്കം നിൽക്കരുത്, നമ്മൾ പിന്നോട്ട് നിൽക്കരുത്. എല്ലാം കൂലി കിട്ടുന്ന കാര്യമാണ്. ഒരു സംഘമായി നമ്മൾ ചേർന്ന് നിന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു യോഗം കൂടുക, അള്ളാഹിൻ്റെ ദീന് പ്രബോധനത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടുക, അതിൻ്റെ മാർഗത്തിൽ തന്നെ പിരിഞ്ഞു പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് മുഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയ. അള്ളാഹുവിൻ്റെ ഇഷ്ടം നിർബന്ധമാക്കപ്പെട്ടു ആരിൽ? അള്ളാന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയവർ, അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർ, അള്ളാന്റെ മാർഗത്തിന് വേണ്ടി യോഗം കൂടിയവർ, അവരെ ഇഷ്ടപ്പെടാൻ അള്ളാഹ്ക്ക് ബാധ്യതയായി മാറി എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, റജുലാനി, രണ്ട് പുരുഷന്മാർ, തഹബ്ബാ ഫില്ലാ, പരസ്പരം ഇഷ്ടപ്പെട്ടു, അവർ ഒരുമിച്ചിരുന്നു. ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അവർ യോജിക്കുന്നതും അവർ ഒരുമിച്ചിരിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി ഒരു യോഗം കൂടിയിരിക്കുന്നവർ, അള്ളാന്റെ ദീനിനു വേണ്ടി കൈകോർത്ത് മുന്നോട്ട് ചലിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഐനൽ മുതഹബ്ബൂന ബിജലാലി, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരെവിടെ എന്ന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് വെറുപ്പും വിദ്വേഷവുമില്ലാതെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്ന ഒരു സംഘമായി മാറി നാടിന്റെ ദിക്കുകളിൽ ഇറങ്ങിച്ചെന്ന് അള്ളാഹിന്റെ ദീന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹു അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അത് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല മാർഗമാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഇന്ന് നമുക്ക് ദഅവാ വീതിയിൽ അഖീദ അനുസരിച്ച് മൻഹജിൽ പിഴവില്ലാതെ, അഖീദയിൽ പിഴവില്ലാതെ, അതേ കൃത്യമായി സലഫുകളുടെ വഴി കൃത്യമായി ജനങ്ങളോട് വിളിച്ചു പറയുന്ന ഒരൊറ്റ സംഘമുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിൽ കൊടക് ജില്ലയിലും നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഈ സംഘടനയാണ്. അള്ളാഹുവിൻ്റെ ദീന് ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി മുന്നോട്ട് ചലിച്ച് അള്ളാഹിന്റെ ദീന് ദഅവത്ത് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിന് യുവഘടകമുണ്ട്, വിസ്ഡം യൂത്ത് എന്ന പേരിൽ യുവാക്കളുണ്ട്, വിസ്ഡം വുമൻസ് എന്ന പേരിൽ അതേ സ്ത്രീകളുടെ മേഖലയുണ്ട്, വിസ്ഡം ഗേൾസ് ഓർഗനൈസേഷൻ എന്ന പേരിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുണ്ട്, വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന പേരിൽ ആൺകുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥി വിഭാഗത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംഘടനകളുണ്ട്. വിസ്ഡത്തിന്റെ ചെറിയ മക്കൾ, കാല് വെച്ച് പോരുന്ന മക്കൾ, പിച്ച വെച്ച് വളരുന്ന മക്കൾക്ക് ബാലവേദി എന്ന പേരിൽ ചെറുപ്പം മുതൽ തന്നെ ദീനിന്റെ വീതിയിൽ ചലിക്കാൻ പറ്റുന്ന സംവിധാനത്തെ നമ്മുടെ മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു നല്ല മാർഗമാണ്, ഇതൊരു നല്ല വഴിയാണ്. സഹോദരങ്ങളെ, ഒരുപാട് ദഅവത്തിന്റെ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമാണ് പീസ് റേഡിയോ, അതിന്റെ ഭാഗമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ അതിന്റെ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് ചലിക്കുന്ന വിഭാഗം. ആ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് ചലിക്കുന്ന വിഭാഗം നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഏറ്റവും പ്രധാനമായി 24 മണിക്കൂറും ആളുകളുടെ വീട്ടിൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ എന്ന സംവിധാനം. അതുപോലെ തന്നെ നേർപ്പദം എന്ന ഒരു വാരിക മലയാളം വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് ഇപ്പൊ തൽക്കാലമായി ഏതാണ് മലയാളത്തിലാണ് അത് ഇറങ്ങുന്നത്. നേർപ്പദം എന്ന പേരിൽ വാരികകൾ ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന, നല്ല വായനക്കാർക്ക് അള്ളാഹുവിൻ്റെ ദീന് പറയാൻ ദീന് കിട്ടുന്ന രൂപത്തിൽ വാരികകൾ. അതുപോലെ നേർവഴി എന്ന് എല്ലാ ദിവസവും 5 മിനിറ്റ് മലയാളത്തിലും തമിഴിലും അതല്ലാത്ത മറ്റു ഭാഷകളിലുമൊക്കെ കന്നഡത്തിലടക്കം ഉറുദുവിലടക്കം ആളുകൾക്ക് എത്തിക്കുന്ന നേർവഴി എന്ന സംവിധാനം നമ്മുടെ മുന്നിലുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് 1 മിനിറ്റ് പോലും പാഴാക്കണ്ട. അതുകൊണ്ട് 1 മിനിറ്റ് ടോക്ക് എന്ന പേരിൽ 1 മിനിറ്റ് ദീന് പറയാൻ കഴിയുന്ന ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസരം വാട്സപ്പ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ
20 മിനിറ്റും 30 മിനിറ്റുള്ള ചിലപ്പോൾ ആൾക്കാർ കേട്ടോളുന്നില്ല. 1 മിനിറ്റിൽ കേട്ടു തീർക്കാൻ പറ്റിയ സംവിധാനങ്ങൾ വരെ മുന്നിൽ ഒരുക്കിയ ഒരു സംഘടനാ സംവിധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രബോധന സംഘം, ഇതിൽ കണ്ണികളാവാൻ നമുക്ക് സാധിക്കുക. സഹോദരങ്ങളെ, എന്തിനു വേണ്ടി എന്നറിയോ? സംഘടനയിലെ ആ അംഗത്വം കൂട്ടാനല്ല, മറിച്ച് എൻ്റെ ദൗത്യം നിർവഹിക്കാൻ. എനിക്കിന്ന് എൻ്റെ മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം സംഘമായി പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് ചലിക്കാൻ നമ്മൾ ശ്രദ്ധ കാണിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പകർത്തി ജീവിക്കുക. മരണം എന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരാം. മരിച്ചു പോകുമ്പോൾ അള്ളാഹിൻ്റെ കോടതിയിലേക്ക് വല്ല പാതേയവും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകാൻ, കരയുന്ന അബൂ ഹുറൈറയോട് സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ അബൂ ഹുറൈറ കരയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സ്വർഗത്തിലേക്കെത്താൻ ഒരുപാട് ഞാനിനിയും യാത്ര ചെയ്യേണ്ടതുണ്ട്. സ്വർഗത്തിലേക്കുള്ള അമലുകൾ എൻ്റെ കയ്യിൽ, പാതേയം എൻ്റെ കയ്യിൽ കുറവാണ്, ഇബാദത്ത് എൻ്റെ കയ്യിൽ കുറവാണ്. പറയുന്നതാരാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മളെത്ര പറയണം, നമ്മളെത്ര ചിന്തിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അമലിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലൊരു ഇസ്സത്ത് കിട്ടാൻ ഉള്ളൊരു മാർഗ്ഗമാണ് ദഅവാ വീതിയിൽ കണ്ണികളാവുക എന്നുള്ളത്. നമ്മുടെ സമ്പത്ത് അതിൽ ബർക്കത്ത് കിട്ടും ദഅവത്തിന് വേണ്ടി ചെലവഴിച്ചാൽ. നമ്മുടെ സമയം അതിൽ ബർക്കത്ത് കിട്ടും ദഅവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചാൽ. നമ്മുടെ ആരോഗ്യം അതിനല്ലാഹു ആഫിയത്ത് നൽകും. ഏതിലേക്ക് ഇറങ്ങിയാൽ? അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ശുഹദാക്കളുടെ കൂട്ടത്തിൽ കണ്ണികളാവാൻ നമുക്ക് സാധിക്കണം. ജിഹാദിൻ്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. സ്വർഗ്ഗക്കാരായ ആളുകൾക്ക് അള്ളാഹു ജിഹാദിൻ്റെ വ്യക്തികൾക്ക് 100 പദവികൾ 100 സ്വർഗത്തെയെല്ലാം ഒരുക്കി വെച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. അതിനുള്ള മാർഗം എന്താ? ഒന്ന്, ഞാൻ എന്ന വ്യക്തി ഈമാനുള്ള ആളായി മാറുക. എന്നിട്ട് അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുക. അള്ളാനെ പേടിച്ച് ഞാൻ ആദ്യം ജീവിക്കുക. എന്നിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് എത്തിക്കുക, എൻ്റെ അയൽവാസികളിലേക്ക് എത്തിക്കുക, എൻ്റെ നാട്ടിലേക്ക് എത്തിക്കുക. ഈ ദൗത്യത്തിലൂടെ മുന്നോട്ട് ചലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്ന സമയത്ത് ഏറ്റവും വലിയ ഉപകാരമുള്ള അമലുകൾ ചെയ്ത് ഭൂമിയിൽ നിന്ന് യാത്രയാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചാലും സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന ഒരു ഏറ്റവും നല്ല വഴിയാണ് ഇസ്ലാമിൻ്റെ പ്രബോധനം. അതിൽ നിന്നൊരിക്കലും മാറി നിൽക്കരുത്. നമ്മൾ മരിച്ചാലും നമ്മൾ ദീന് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ വിഹിതം ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് ഒരു നിലക്കും ഒരു മിനിറ്റ് നമ്മൾ പാഴാക്കണ്ട. റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ പരലോകത്ത് എരിവിരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ നൽകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട്, വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന രോഗികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു സലാമത്തും ഷിഫായിനെയും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആളുകൾ, സമ്പത്ത് കൊണ്ട് കടം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ മാർഗ്ഗത്തിൽ ആ ഇടപാടുകളെയൊക്കെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കേൾക്കാനുള്ള പഠിക്കാനുള്ള കാര്യങ്ങളെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.